അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടെ ചില കാര്യങ്ങൾ ശാന്തമായിട്ട് നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എല്ലാ പ്രസംഗകർ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ എനിക്കറിയാവുന്ന ചെറിയ കൊച്ചു കൊച്ചു വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനോട് ഈ ആലോചനകളൊന്ന് പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഒരു പ്രസംഗത്തിന് വേണ്ടി വാക്യം എടുത്തിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം 19-ാമത്തെ വാക്യം, അതിന്റെ 19-ാമത്തെ വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ മതി. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം വേദപുസ്തകം തുറക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഭാഗം നോക്കണം. വേദപുസ്തകം നമ്മുടെ ഭാഷയിൽ നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി പേര് കഷ്ടപ്പാട് സഹിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ സഭയിൽ ഒരു ബ്രദറിൻ്റെ കാര്യം ഞാൻ മിക്കവാറും പറയാറുണ്ട്. ഒരു പാസ്റ്റർ ബെൻസൺ, അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ്. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഷിംല എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗ്രാമത്തിൽ താമസിച്ചിട്ട് 12 വർഷം കൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ഭാഷ പഠിച്ചു. എന്നിട്ട് ആ ഭാഷയ്ക്ക് ഒരു ലിപി ഉണ്ടാക്കി. ഭാഷക്കാർ പറയുന്നെങ്കിലും അതിന് ലിപിയില്ല. ഇവര് ലിപി ഉണ്ടാക്കി. എന്നിട്ട് ആ ലിപി ആ ഭാഷക്കാരെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. നിങ്ങൾ പറയുന്ന ഈ ഇതാന്ന് പഠിപ്പിച്ചു. ആ ലിപി പഠിപ്പിച്ചിട്ട് ആ ലിപിയിലേക്ക് ശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം മാത്രം 66 പുസ്തകത്തിൽ ഒരു പുസ്തകം മാത്രം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 12 വർഷം എടുത്തു. സ്തോത്രം. അപ്പോൾ 66 പുസ്തകം മലയാള ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എത്ര വർഷം എടുത്തു കാണും അല്ലേ? നമ്മുടെ ഭാഷ വളരെ പാടാന്നാ പൊതുവെ പറയുന്നത്. മലയാളത്തിൻ്റെ ന്യായും ഇഞ്ചായും ഒക്കെ വലിയ പാടാന്നാ പറയുന്നത്. അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഭാഷയിലേക്ക് ഈ സാധനം വന്നത് ഒത്തിരി കഷ്ടപ്പാടിൻ്റെ പരിണത ഫലമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൈബിളിനോട് നമുക്ക് എന്തുണ്ടാവണം? ഒരു ബഹുമാനം ഉണ്ടാകണം. ഇത് കൊണ്ടുപോകണം. ഇപ്പോൾ ഐപാഡിനകത്ത്, ലാപ്ടോപ്പിനകത്ത്, മൊബൈലിനകത്തൊക്കെ ബൈബിളുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് ഒരു വലിയ അഭിമാനമായിട്ട് കാണണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി നാളെ വരുമ്പോൾ ബൈബിളൊക്കെ പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബൈബിൾ പിടിച്ചിറങ്ങണം. ഇങ്ങനെ ബൈബിൾ പിടിച്ച് ഈ വഴി കൂടെ ഇറങ്ങി വരണം. അത് കാണുന്നവർക്ക് മനസ്സിലാവണം ബൈബിളിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. എബ്രായ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ കൊടുക്കപ്പെട്ട ഒരു മനോഹര വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ഞാൻ ഈ സഭയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറയാം. എന്നാൽ അതിനു മുമ്പ് ഈ നങ്കൂരം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ പറയാം. ലിസൺ. ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്, ഞാൻ വളരെ ശാന്തമായിട്ടൊരു കാര്യം പറയാനായിട്ടാണ്. നങ്കൂരം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ലൈവായിട്ട് ചെന്ന് കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. നങ്കൂരം എന്ന് പറയുന്നത് ഈ ദീർഘദൂര യാത്രകൾ നടത്തുന്ന കപ്പലുകളിൽ സൂക്ഷിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ്, ഒരു ഉപകരണമാണ് നങ്കൂരം. അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരുമ്പ് ഇതിങ്ങനെ രണ്ട് ഭാഗത്തോട്ടും വളഞ്ഞിരിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ്, ഒരു ഉപകരണമാണ് നങ്കൂരം. അങ്ങനെ അത് ഒന്നല്ല, 1, 2, 3 ഒക്കെ 3, 4 ഒക്കെ വലിയ വലിയ കപ്പലുകളിൽ കാണും. ഇത് എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തുമില്ല. എന്നാൽ ഈ നങ്കൂരം ഉപയോഗിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ഈ നങ്കൂരം ഉപയോഗിക്കുന്ന സമയം ഇങ്ങനെ ദീർഘദൂര യാത്ര കപ്പലുകളൊക്കെ 4-5 മാസം, നമ്മുടെ പല സ്നേഹിതന്മാരും കപ്പലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷിപ്പിൽ. അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞൊക്കെ മടങ്ങി വരുന്നു. ഇവിടുന്ന് കാലിഫോർണിയയ്ക്കും ഗൾഫിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാസങ്ങളെടുക്കും. ഇങ്ങനെ പോവാ. നമ്മളെ പോലെ കരയിലല്ലല്ലോ, കടലിലല്ലേ. ഇപ്പൊ ഈ കടലിൽ പോകുമ്പോൾ വലിയ പ്രതിസന്ധികൾ വരും, കാറ്റുകൾ വരും, വലിയ തിരമാലകളൊക്കെ വരും. ഈ വരുമ്പോ ഈ കപ്പലുകൾ ഇങ്ങനെ ആടി ഉലയും, മറിയാനുള്ള സാധ്യതകൾ വരും, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും. കപ്പിത്താൻ ഇത് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് ഓടിച്ചു പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരും. അങ്ങനെ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഈ നങ്കൂരം. ഇത് പെട്ടെന്ന് കടലിലോട്ട് എടുത്തിടും. ഇത് കെട്ടിവെച്ചിരിക്കുന്ന വള്ളി അല്ലെങ്കിൽ ആ ചരട്, ആ കയറ് പൊട്ടിക്കുമോ? ഇത് ചങ്ങലയിൽ കൊടുത്തിരിക്കുന്ന സാധനമാകിയാൽ ഇതിന് ഹൂന്ന് പറഞ്ഞ് വെള്ളത്തിനകത്തോട്ടൊക്കെ ചെയ്യും. ഇപ്പൊ 4 ഭാഗത്തും ഉള്ളത് കാണും. ഇത് 4 താഴോട്ട് ചെന്നിട്ട് ഈ കടലിനകത്തുള്ള മണ്ണും ചേറും ഒക്കെ നിൽക്കുന്ന അതിനകത്തോട്ട് ഇത് ആഴത്തിൽ ചെന്ന്
അതിനകത്തങ്ങ് സ്ട്രോങ് ആവും. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം കൂടെ 4 സ്ഥലത്ത് ഇങ്ങനെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് കൊടുങ്കാറ്റ് വന്നാലും കപ്പൽ അനങ്ങത്തില്ല. കാറ്റ് വന്നാലോ തിരമാല വന്നാലോ കപ്പൽ അനങ്ങത്തില്ല, അവിടെ നിൽക്കും. എന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കടലൊക്കെ ശാന്തമായി എന്നറിയുമ്പോൾ ഇതൊക്കെ എടുത്ത് ചുരുട്ടിക്കെട്ടി വെച്ച് പിന്നെ മുമ്പോട്ട് പോകും. അങ്ങനെ ദീർഘദൂര യാത്രയിൽ തകർന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് നങ്കൂരം. ഇവിടെ വിശ്വാസികളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്, നമുക്കും ഒരു നങ്കൂരമുണ്ട്. ആ നങ്കൂരമാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ ആണ് പ്രതിസന്ധിയിൽ വീണു പോകാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. പ്രത്യാശയാണ് തകർച്ചകളിൽ മുങ്ങിപ്പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകം. പ്രത്യാശയാണ് നമ്മെ മുമ്പോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചാലകശക്തി. അപ്പോ അതാണ് ആ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ. ഇത് എബ്രായ സഭയോട് പറയും. ലിസൺ, വിശുദ്ധ ബൈബിളിനകത്ത് ധാരാളം സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് മനോഹരമായൊരു സഭയാണ് എബ്രായ സഭ. എബ്രായ സഭയിലെ വിശ്വാസികളൊക്കെ യഹൂദന്മാരാണ് ഭൂരിപക്ഷം. എന്നോട് നിങ്ങൾ വരണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കാനുണ്ട്, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാനുണ്ട്. വളരെ സിൻസിയറായിട്ട് ഒരു ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളൊരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഒരു പ്രത്യാശയോടെ മടങ്ങാനാണ് നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്നെ എല്ലാവരും ശാന്തമായിട്ട് ശ്രദ്ധിച്ചാൽ, ശാന്തമായിട്ട് നോക്കിയാൽ മതി, ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. കാരണം കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 100 പേരുടെയും ശ്രദ്ധ കിട്ടുക വലിയ പ്രയാസം. നമ്മൾ എന്തായാലും യോഗത്തിന് വന്നില്ലയോ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു സന്തോഷവും പറയാനൊക്കെ ഒരു താല്പര്യവും അത് നിങ്ങൾക്കൊക്കെ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എബ്രായ സഭയിലെ വിശ്വാസികളിൽ ഭൂരിഭാഗവും യഹൂദന്മാരാണ്. എബ്രായ സഭ, എബ്രായർ നദി കടന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ എബ്രായ സഭ യഹൂദന്മാര് ഭൂരിപക്ഷമുള്ള സഭയാണ്. ഈ യഹൂദന്മാരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കറിയാം ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ വന്നിട്ടുള്ളവർ അല്ല. എബ്രായ സഭയിലുള്ളവർ വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടില്ല. എബ്രായ സഭയിലുള്ളവർ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചിട്ടില്ല. എബ്രായ സഭയിലുള്ളവർ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ടില്ല. അതെന്താ അവർ വായിക്കാൻ മടിയന്മാരായതുകൊണ്ടാണ്? അല്ല, അന്ന് ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എബ്രായ സഭക്കാർ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ 27 പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം ഇതൊക്കെ എഴുതുന്നത് 70-80 കാലഘട്ടത്തിലാണ്. എന്നാൽ എബ്രായ ലേഖനം എഴുതുന്നത് 65-67 കാലത്തില്ല. അപ്പൊ ഇത് എഴുതിയിട്ട് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഗോസ്പൽ എഴുതുന്നത്. അതിന്റെയും 20 വർഷം കഴിഞ്ഞിട്ട്, 25 വർഷം കഴിഞ്ഞിട്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. 96-ലാണ്. അപ്പൊ ഇത് 67, മറ്റത് 96, 30 കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ട് ബാക്കി പുസ്തകങ്ങളൊക്കെ. അപ്പൊ ഇവര് ബൈബിൾ വായിച്ച് വിശ്വാസത്തിൽ വന്നിട്ടുള്ളവർ അല്ല. പിന്നെ എങ്ങനെ ഇവര് വന്നു? ഇവര് പ്രസംഗം കേട്ട് വന്നിട്ടുള്ളവരാ. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗം. ആരുടെ പ്രസംഗം? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. ചെതറിപ്പോയവർ പാമ്പാടി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ ചെതറിപ്പോയവർ അവർക്ക് പറ്റുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ചു. ഇതുപോലെ നിങ്ങളെ പോലെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ ഓടി വന്നു. അങ്ങനെ പ്രസംഗം അവർ കേട്ടു. അതെന്താ പ്രസംഗം കേൾക്കാൻ അവർക്ക് ആവേശം ഉണ്ടായത്? കാരണം പഴയ നിയമം മലാക്കി എന്ന് പറയുന്ന ഒരു പ്രവചനം കൊണ്ട് ആ വൈൻഡപ്പ് ചെയ്തു. പുതിയ നിയമം ആരംഭിക്കുന്നത് മത്തായി എന്ന് പറയുന്ന സുവിശേഷത്തില്ല. ഇതിന്റെ ഇടയ്ക്കൊരു പേപ്പറുണ്ട്. ആ പേപ്പർ 400 വർഷം. ഈ 400 വർഷം ദൈവത്തിന്റെ സംസാരം ഉണ്ടായിട്ടില്ല. ദൈവം ഇടപെട്ടിട്ടില്ല. ആരാധനയുണ്ട്, വൺ വേ ട്രാഫിക് പോലെ. അങ്ങോട്ട് ചെല്ലുന്നു, യാഗം നടത്തുന്നു, പ്രൈസ് സ്തോത്രം പറയുന്നു, തിരിച്ചു പോകുന്നു, റിപ്ലൈ ഇല്ല. നമ്മളിൽ പലരുടെയും ആരാധന അങ്ങനെ വൺ വേ പോലെ, അങ്ങോട്ട് പോകുന്നു, റിപ്ലൈ ഇല്ല. ഇപ്പൊ 400 വർഷം റിപ്ലൈ ഇല്ലാതിരിക്കുമ്പോ, 400 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 4 ജനറേഷൻ. എന്റെ മോൻ ഏബൽ, ഞാൻ അനീഷ്, അപ്പൻ രാജു, അപ്പന്റെ അപ്പൻ കൊച്ചുകുട്ടി, 4 തലമുറ ദൈവശബ്ദം കേട്ടിട്ടില്ല. ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്കറിയാമോ, ആത്മീകർക്ക് ഒരു ദിവസം ദൈവശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. സ്തോത്രം. ദൈവമക്കൾക്ക് ഒരു മാസത്തിൽ ഒന്നെങ്കിലും ദൈവം സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ആ സ്ഥാനത്ത് 4 തലമുറകൾ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരാൾ പ്രസംഗിച്ചു. ആ മനുഷ്യന്റെ പേരാണ് യോഹന്നാൻ. ആൾക്കാർ ഓടിക്കൂടി. സ്നാനപ്പെടാൻ പറഞ്ഞപ്പോ അവർ അന്നേരം സ്നാനപ്പെട്ടു. കാരണം ദൈവശബ്ദമില്ലാതെ വരണ്ട ഈ ഭൂമിയിൽ ചെറിയ കുളിർമഴ പോലെ
വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ അകത്തൊരു ആവേശവും ഒരു സന്തോഷവും ഒരു പ്രത്യാശയും. അങ്ങനെ പ്രസംഗങ്ങൾ കേട്ട് വിശ്വാസത്തിൽ വന്നവരുടെ ടീമാണ് എബ്രായസർ. ഇനി കേൾക്കണം നിങ്ങൾക്ക്, നമ്മളൊക്കെ വന്നതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധിയിൽ വന്നിട്ടുള്ളവരായിരുന്നു അവരൊക്കെ. നമ്മൾ വന്നതിനേക്കാൾ വളരെ പ്രതിസന്ധി ഉള്ളവരായിരുന്നു. 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 10:32 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം കിട്ടിയ ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളും ആയിരുന്നു. എന്നോട് നിങ്ങളുണ്ടോ? കൈ പൊക്കിക്കാൻ നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ തലയ്ക്ക് മേളി നിന്ദകൾ ഉണ്ടായിരുന്നു. നിന്ദകൾ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തിലോട്ട് അന്ന് അധികം ആൾക്കാരില്ല. വിശ്വാസത്തിൽ എന്നോട് നിങ്ങൾ വന്നേ, ലിസൺ ടു മീ, അധികം ആൾക്കാരില്ല. പെട്ടെന്ന് യഹൂദമതം വിട്ടേച്ച് വിശ്വാസത്തിൽ വന്നപ്പോൾ വിമർശിച്ചു. ഞങ്ങൾക്കൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ റോമൻ കാത്തലിക് ആയിരുന്നു. എൻ്റെ അമ്മയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു ഫേമസ് പാട്ട് തന്നെ ഉണ്ടായിരുന്നു. പെന്തിക്കോസ്റ്റിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്നൊക്കെ ഒരു പാട്ട് തന്നെ പണ്ടുണ്ടായിരുന്നു. അന്ന് ഒന്നുമില്ലാതെ പോകുന്നവരെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു വിമർശനം. എൻ്റെ അമ്മയ്ക്ക് അത് സഹിച്ച സ്ത്രീയാണ്. സ്തോത്രം. ഇത് നിന്ദകൾ ഉണ്ടായിരുന്നു. അടുത്തത് പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അടിയുണ്ടായിരുന്നു. അടിക്കുമായിരുന്നു. ഓടാ നീ. ഇന്നിപ്പോ നമ്മളൊന്നും അടി അങ്ങനെ അടി വാങ്ങാറില്ല. ഇല്ല, ഭർത്താവ് പോലും നമ്മൾ അടിക്കാറില്ല. സ്തോത്രം. കാരണം പെന്തക്കോസ്തി പോയിന്റ് മാറ്റം നമുക്കില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരനറിയാം ചർച്ച മാറി എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് വലിയ മാറ്റമൊന്നും അതുകൊണ്ട് തല്ലത്ത് പോലുമില്ല. പ്രൈസ്തൻ തല്ലത്തൊന്നും. അന്ന് പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അടി നിസാരമായിരുന്നില്ല അന്നത്തെ പീഡനങ്ങൾ. വഴിവിളക്കായി ശിഷ്യന്മാരെ കത്തിക്കുമായിരുന്നു. വഴിവിളക്കായി കത്തിക്കും എന്ന് പറഞ്ഞാൽ മെഴുകുപാളിക്കകത്ത് ശിഷ്യന്മാരെ വെച്ചിട്ട് ആ മെഴുകുപാളി ഇങ്ങനെ ചുരുട്ടി കത്തിച്ചു വഴിവിളക്കാറ്റി ട്യൂബ് പകരം ഇങ്ങനെ നിർത്തുവാൻ. ആ വെട്ടത്തിലാണ് അന്നത്തെ ചക്രവർത്തി കൊട്ടാരത്തിലും ഉദ്യാനത്തിലും പോയിരുന്നത്. പീഡനങ്ങൾ ഉണ്ടായിരുന്നു. കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ പരസ്യ കോലമാക്കുമായിരുന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്കിന്ന് അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. ഇല്ലാതിരിക്കട്ടെ. അങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടെങ്കിലേ നമ്മൾ നിൽക്കുകയോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയവുമില്ല. ചിലയിടത്തൊക്കെ ചില പ്രയാസം ഉണ്ടെങ്കിലും കേരളത്തിൽ അതൊരു ബാധകമേ അല്ല. എന്നോട് നിങ്ങൾ പറയണം, കൂത്തുകാഴ്ചയായി ഭവിച്ചു. അടുത്തത് ആ വക അനുഭവിക്കുന്നവർക്ക് അവർ കൂട്ടാളികളും ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചിനകത്തുള്ളവരൊക്കെ ഒന്നെങ്കിൽ അടി കൊണ്ടവർ, അല്ലെ കളിയാക്കല് അനുഭവിച്ചവർ, അല്ലെങ്കിൽ കൂത്തുകാഴ്ചയായി ഭവിച്ചവർ, അല്ലെ പീഡനങ്ങൾ സഹിച്ചവർ, അങ്ങനെയുള്ളവരായിരുന്നു. എല്ലാം ആ ടൈപ്പാ. അനുകരണ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ടീം അന്ന് ഇല്ലായിരുന്നു. എല്ലാവർക്കും അനുഭവമായിരുന്നു. 1-ാം തലമുറയാണ്. സ്തോത്രം. ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികൾ. അടുത്ത വാക്യം, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച നിങ്ങളുടെ പൂർവകാലം. ഇപ്പൊ കഷ്ടങ്ങളാണ് അവർക്ക് ഇതിനകത്ത് വരുന്ന സമയത്ത് ഉണ്ടായത്. ഇനി അടുത്ത് തന്നെ വളരെ ഞെട്ടിച്ചു. എന്തുവാണെന്നറിയോ? തടവുകാരോട് നിങ്ങൾ സഹതാപം കാട്ടിയത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപകാരവും സന്തോഷത്തോടെ എന്ത് ചെയ്തു? സഹിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നോക്കിയേ. നിങ്ങൾക്ക് എന്തോ മനസ്സിലായിട്ടാ സ്തോത്രം പറയുന്നത്? എന്തോ മനസ്സിലായി? തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു എന്ന് പറഞ്ഞാൽ തടവുകാർക്ക് കൊടുക്കേണ്ടത് മൊത്തം അവരെന്ത് ചെയ്തു? കൊടുത്തു. സഹതാപം കാണിച്ചത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തിന്റെ അപകാരവും എന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ട്. ഇപ്പൊ നിങ്ങൾ വന്ന വണ്ടി ഏതാ? നല്ല വണ്ടി ഒരെണ്ണം കിടക്കും. ഓക്കെ, ഞാൻ പോകുമ്പോൾ എടുത്തോണ്ട് പോവാന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ട് കൊടുക്കുമോ? നമ്മൾ ചിരിച്ചോണ്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ബൈക്കേലാ വന്നത്, ഞാൻ പറയാ പോകുന്ന വഴിക്കാ ബൈക്ക് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ട് കൊടുക്കുക. ഫാസ്റ്റ് കൊണ്ടുവെക്കാം, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട്. കൊടുക്കുവോ? സ്തോത്ര കാഴ്ച പോലും നമ്മൾ കൊടുക്കത്തില്ലല്ലോ. സ്തോത്രം. നമ്മൾ ആ പേഴ്സിനകത്തോട്ട് കൈയിട്ട് കാണിക്കുന്ന കാട്ടായ ഉണ്ട്. ആ 10 എടുക്കാൻ 500 രൂപയൊക്കെ 500 ഉണ്ടാക്കുക. അത് തെരഞ്ഞ് മാറി ആ 10 2 ഇഞ്ചിന്റെ പേഴ്സിനകത്തോട്ട് കൈ ഇറക്കിയിട്ട് അവിടുന്ന് ആ 10 കൈക്കകത്ത് ചുരുട്ടി എന്നിട്ട് നമ്മളെ കൊണ്ട് ആ മേശപ്പുറത്തൊക്കെ ബോക്സിനകത്തോട്ടൊക്കെ ഇടുന്ന ആ 10 ഇല്ലേ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതിനിടയ്ക്ക് ഇവർ പറയുക ചിരിച്ചോണ്ട് സഹിച്ചെന്ന്. ഷെയർ എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു പെന്തിക്കോസി പോയില്ലയോ? ഓക്കെ, ഷെയർ തരത്തില്ല ഇല്ലയോ? ആ സാരില്ല, കൊടുത്തോ എന്ന് പറഞ്ഞ് ചിരിച്ചു. നമ്മളാണെങ്കിലോ നമ്മൾ ചിരിക്കും, പക്ഷെ ആ ചിരിയുടെ പിന്നിൽ അർത്ഥം വേറെ ആയിരിക്കും. അപ്പൊ തരികൊന്നും വേണ്ട, അപ്പൊ എൻ്റെ ഇന്ന് വാങ്ങേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം. പക്ഷെ അവിടെ മൂത്താച്ചാച്ചന് കൊടുത്തു. യെസ്, അതും ചിരിച്ചുകൊണ്ടാണ്. ഇത് വേറെ റലമാ. നമ്മൾ ചിന്തിക്കുന്ന തലമല്ല.
ബൈബിള് വായിച്ചിട്ടില്ലാത്തവരാന്ന് ഓർക്കണം കേട്ടോ. നമ്മൾ അതെ ഇങ്ങനെ കർത്താവ് വരുന്നില്ല, പാട്ടും പാടി കൺവെൻഷനും കേട്ട് പാട്ടൊക്കെ കേട്ട് പോവാണെങ്കിൽ ഹാപ്പിയാ. നമുക്ക് ഇങ്ങനെയൊക്കെ പോകുന്ന നല്ലത്. കർത്താവ് വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പണിയൊക്കെ പാളാൻ സാധ്യത ഉണ്ട്. പരമാർത്ഥമായി പറയുന്നത് ഹാർട്ടാ സംസാരിക്കുന്നത്, എൻ്റെ ഹൃദയമാ സംസാരിക്കുന്നത്. സ്തോത്രം. തടവുകാരോട് സഹതാപം കാട്ടിയത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞിട്ട് സമ്പത്തിന്റെ അപകാരം ചിരിച്ചോണ്ട് സഹിച്ചു. അതിനകത്ത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ കാരണം എന്താണെന്നറിയോ? സമ്പത്തിന്റെ അപകാരം സഹിച്ചതല്ല, അത് പിന്നെ പോട്ട്, നിവൃത്തിയില്ലേ, സഹിച്ചേ പറ്റൂ. പക്ഷെ ഇവര് സഹിച്ചതിന്റെ റീസൺ ആണ് വിഷയം. അതെന്താ റീസൺ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ട്. ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? വെളിപ്പാട് പുസ്തകം വായിച്ചോ? ഇല്ല പാസ്റ്റർ, അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല അവർ, കാരണം അന്ന് എഴുതിയിട്ടില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. മാസാമാസം ഫലം കായ്ക്കുന്ന വൃക്ഷം എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. തങ്കത്തെരിവീതി സ്വർഗത്തിലുണ്ട്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഇത് മനസ്സിലായത് വെളിപ്പാട് വായിച്ചപ്പോഴാ. നമുക്ക് മനസ്സിലാകാഞ്ഞിട്ട് നമ്മൾ അതിരൂപൻ സാറിനെ കൊണ്ടുവന്നിട്ട് ചാർട്ട് ഇട്ട് പഠിച്ചു. നിത്യത മുതൽ നിത്യത വരെ എന്തോ കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചു. സ്തോത്രം. കിട്ടൂന്ന് അറിഞ്ഞിട്ടും നമ്മുടെ സ്തോത്ര കാഴ്ച നിങ്ങൾക്കറിയാം. കിട്ടൂന്ന് അറിഞ്ഞിട്ടും ഈ ഗതിയാ രക്തത്താലിച്ച് 10 എണ്ണി മടുക്കും. അങ്ങനെ ഇത് നമ്മളെല്ലാം പോയാലും പാസ്റ്റർ പോകാൻ താമസിക്കും. ഇതിങ്ങനെ എണ്ണി പിടിച്ച് 10 അല്ലയോ ഒട്ടിയിരിക്കുന്നൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവർ സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞെന്ന് പറ. വെളിപ്പാട് വായിച്ചോ? ഇല്ല, വായിച്ചിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു? യേശു പറഞ്ഞോ? ഇല്ല, അവർ യേശുവിനെ കണ്ടിട്ടില്ല. എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിനെ, അതായത് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവിന്റെ 10-1 പോലും എബ്രായ സഭയിലുള്ളവർ അന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അവർ മനസ്സിലാക്കിയത്? പഴയ നിയമത്തിന്റെ മങ്ങിയ വെളിപ്പാടിൽ അവര് മനസ്സിലാക്കിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവര് പറയുന്നു പ്രതിഫലം മേളിലുണ്ട്. വെളിപ്പാട് വായിച്ചിട്ടില്ലാത്ത സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ന്യൂ ടെസ്റ്റ്മെന്റ് മുഖാന്തരം ലഭ്യമായിട്ടില്ലാത്തവർ ആ രാജ്യത്തെ കുറിച്ചോർത്ത് സന്തോഷിച്ച് സമ്പത്തിന്റെ അപകാരം സന്തോഷമായി സഹിച്ചെങ്കിൽ അവരുടെ തലം, ആത്മീയ റലം എത്ര ഉന്നതമാണെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ കരുത്തുള്ള ദൈവമക്കൾ ചേർന്ന കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. നമ്മള് ചേർന്ന് ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ആ പ്രത്യാശയില്ലെന്നുള്ളതാണ് പരമാർത്ഥം. സ്വർഗത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നില്ല, വളരെ കുറച്ച് കേൾക്കുന്നു. അതുകൊണ്ട് ആ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് ഭരിക്കുന്നില്ലെന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടന്നത് ആ രാജ്യത്തെക്കുറിച്ചാണ്. കർത്താവിന്റെ മടങ്ങിവരവായിരുന്നു പണ്ടത്തെ ഒരു സബ്ജക്റ്റ്. ശാശ്വത ഭവനം മറ്റൊരു സബ്ജക്റ്റ് ആയിരുന്നു. കുഞ്ഞാടിന്റെ കല്യാണം മറ്റൊരു സബ്ജക്റ്റ് ആയിരുന്നു. സ്തോത്രം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അത് മറ്റൊരു സബ്ജക്റ്റ് ആയിരുന്നു. അമ്മാതിരി സബ്ജക്റ്റുകൾ നമ്മൾ കേൾക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ കുറവാണ്. എന്നാൽ എബ്രായ സഭയിൽ വിശ്വാസികൾക്ക് ആ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷെയറുകൾ സന്തോഷത്തോടെ നഷ്ടമാകുന്നത് അവർ സഹിച്ചു. കാരണം ഞങ്ങൾക്കൊരു പ്രതിഫലം മേളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രതിഫലത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് നിലനിൽക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇന്നത്തതെല്ലാം മായ, ഇന്നത്തതെല്ലാം മായ അല്ലേ? സ്തോത്രം, സ്തോത്രം. ഇത് മുഴുവൻ മായ. ഇന്ന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മായാണ്. മായ എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഇന്ന് കാണുന്നതെല്ലാം മായ, അങ്ങനെ പാട്ടില്ലയോ? കാണുന്നതെല്ലാം മായ, കാണുന്നതെല്ലാം മായ, ഇന്ന് കാണുന്നതെല്ലാം മായ. സ്തോത്രം. എല്ലാം മായ. പക്ഷെ ഒരു കാര്യമുണ്ട്, തിരിച്ചറിയുമ്പോൾ കുറച്ച് വൈകുന്നത് മാത്രമാണ്. തിരിച്ചറിയുമ്പോൾ കുറച്ച് വൈകും. നമ്മളെ ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകും. 95 വയസ്സുള്ള അപ്പച്ചനോട് പറയാണ്, പാമ്പാടിൽ ഇപ്പൊ സ്ഥലത്തിന് വില കുറവാന്ന് പറഞ്ഞാൽ 95 വയസ്സുള്ള അപ്പച്ചന് പണ്ടത്തെ പോലെ ആവേശം ഇന്നും ഉണ്ടാകത്തില്ല. പണ്ട് അങ്ങനെ കേൾക്കുവാണെങ്കിൽ പുള്ളി പറന്നു ചെന്നേനെ. ഇന്ന് 95 വയസ്സുള്ളപ്പോ വസ്തുവിന് വില കുറവാന്ന് കേട്ടപ്പോ പണ്ടത്തെ ആ ഉണർവ് ഉണ്ടാകുന്നില്ല. കാരണം പുള്ളിക്ക് മനസ്സിലായി, എന്തു വാരിക്കൂട്ടിയാലും ആ ബെഡ്റൂമും ബാത്റൂമും അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലായി. മോഡുലാർ കിച്ചനും മോഡേൺ കിച്ചനും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വീടും ഒക്കെ നമ്മൾ കാശ് മുടക്കി വെച്ചതാണെങ്കിലും അപ്പച്ചന് 95 വയസ്സായപ്പോഴാണ് മനസ്സിലായത്, ഇല്ല അതെന്റെ സ്വന്തം ഒന്നുമല്ല, എനിക്ക് ആ ബെഡ്റൂമും ബാത്റൂമും മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ നമ്മുടെ കീബോർഡ് വായിക്കുന്ന പയ്യനോടാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ ഉണ്ടായിരുന്നു.
സ്തോത്രം. ഈ ബോഡി എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ജീവിച്ചു വരികയല്ലേ, ഇതിന്റെ പാർട്സ് ഒക്കെ ലൂസാവും, ഇതിന്റെ കൺട്രോള് പോകും. കണ്ണിന്റെ കൺട്രോള് പോകുമ്പോൾ കണ്ണാടി വെക്കും, ചെവിയുടെ കൺട്രോള് പോകുമ്പോൾ ഇയർഫോൺ വെക്കും. ഇങ്ങനെ ഓരോന്നിന്റെ കൺട്രോൾ പോകുമ്പോൾ, സ്ഥിരമായി ഉപയോഗിക്കുന്ന പല അവയവത്തിന്റെയും കൺട്രോൾ പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ മോഷൻ പോയെന്ന് വരാം, ചിലപ്പോൾ അറിയാതെ യൂറിൻ പാസ്സായെന്ന് വരാം. അതുകൊണ്ട് പിള്ളേർ പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോ പപ്പ താമസിക്കുന്നെങ്കിൽ ബെഡ്റൂമിനകത്ത് മാത്രം. പപ്പ ഈ കട്ടിലെ എന്ത് ചെയ്യരുത്, കട്ടിലല്ലാതെ ഈ സെറ്റിയെ വന്നിരിക്കരുത്. പൈസ കൊടുത്ത് 3 ലക്ഷം 4 ലക്ഷം രൂപ കൊടുത്ത് അപ്പം മേടിച്ച് സെറ്റ് ചെയ്യാം, പക്ഷേ ഇരിക്കാൻ പെർമിഷൻ ഇല്ല. കാരണം അപ്പന്റെ യൂറിൻ അറിയാതെങ്ങാനും പോയാൽ അത് കേടാകുന്നത് കൊണ്ട് മക്കളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ്, പാടില്ല. അന്ന് അപ്പന് മനസ്സിലായത് ഇല്ല, ഇതും എന്റെ സ്വന്തം അല്ലായിരുന്നു, ഇതും മായയായിരുന്നു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു, നിങ്ങൾക്ക് സത്യം അറിയാം, അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആരും ഇവിടെ ഇല്ല. പാമ്പാടിയിൽ നിങ്ങളില്ല, നിങ്ങൾ പാമ്പാടിയിൽ ഇല്ല. നിങ്ങളില്ലാത്ത പാമ്പാടിയോ? യെസ്, സംശയമുണ്ട്. ഇപ്പൊ ഈ കൊച്ചിന് 5 വയസ്സുണ്ടെങ്കിൽ അവന് 100 കൊല്ലം കഴിയുമ്പോൾ 105 വയസ്സാവും. 105 വയസ്സുള്ള ഒറ്റ ഓർമ്മ ഇവിടെ ഇല്ല. അതിനർത്ഥം ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കാൻ. നമ്മൾ പറയത്തില്ലയോ പാമ്പാടിയുടെ 100 കൊല്ലത്തെ മുമ്പത്തെ ഫോട്ടോ, കൊച്ചിയുടെ 100 കൊല്ലം മുമ്പത്തെ ഫോട്ടോ. അതുപോലെ അന്ന് കർത്താവ് വന്നില്ലെങ്കിൽ പിള്ളേരൊക്കെ കൃപയിലുണ്ടെങ്കിൽ കാണിക്കും. ലൈജു പാമ്പാടിയുടെ കൺവെൻഷൻ കണ്ടോ, അവര് കാണിക്കും 100 കൊല്ലം മുമ്പത്തെ കൺവെൻഷൻ ഫോട്ടോ ഉണ്ടെങ്കിൽ, യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തപ്പിയെടുത്ത് നോക്കും 100 കൊല്ലം മുമ്പത്തെ ഫോട്ടോ. അതിനകത്തൂടെ കാണുന്നല്ലാതെ നമ്മൾ ഇവിടെ ഇല്ല. എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങനെ നടക്കുമല്ലയോ ഒരു കൂട്ടം ആൾക്കാർ, ഇങ്ങനെ വരിക, ജനിക്കുന്നു, കുറച്ചുപേര് മരിക്കുന്നു, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴി കുറച്ചുപേര് കൊഴിയുന്നു, അടുത്ത ആൾ ജനിക്കുന്നു, കുറച്ചുപേര് കൊഴിയുന്നു, അടുത്ത ആൾ ജനിക്കുന്നു. ഇങ്ങനെ വരവും പൊക്കോണ്ടിരിക്കുക. അതെന്താ കൊഴിയുന്നത്? ഭൂമി ഇന്നലെ പറഞ്ഞു ഞാൻ, സാങ്കല്പിക അച്ചുതണ്ടിലാണ്. അച്ചുതണ്ട് ഇല്ല, ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. ഒരു പരിധിക്കപ്പുറം ഭാരം കയറിയാൽ ഇത് തകരും, ഇത് മറിയും, പറ്റത്തില്ല. പണ്ടൊക്കെ പാലം പണിയുമ്പോൾ അതിൽ എഴുതി വെക്കുമായിരുന്നു ഇത്ര വെയിറ്റേ കയറാവൂ. ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഓവർ ബ്രിഡ്ജ് വരുമ്പോ അതിന്റെ മേളിൽ കുറിച്ച് വെച്ചേക്കും ഇത്ര ഹൈറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇത് പോകത്തില്ല, ഇതിൽ കയറത്തില്ല. അതുപോലെ ഇത്രയ്ക്ക് അതിരമായി അതിനപ്പുറത്തൊരു തൂക്കം വെയിറ്റ് ഈ ഭൂമിയിൽ വെച്ചാൽ ഇത് തകിടമറിയും. അതുകൊണ്ട് ഇങ്ങനെ മണ്ണായിക്കൊണ്ടിരിക്കും. അമ്മമ്മേ, അടുത്ത 100 കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ ആരും ഇവിടെ ഇല്ലെന്ന്, എവിടെ പോകും? സകലതുമായ നീ ഉണ്ടാക്കിയ വീട് നിന്റെ പിള്ളേരെ പൊളിക്കും. പിള്ളേർക്ക് ഇപ്പോഴത്തെ ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല. ഇപ്പോഴത്തെ വീട് 35 കൊല്ലം മാക്സിമം ഡ്യൂറേഷൻ, മാക്സിമം 35 years. കാരണം സിമെന്റ് ഇല്ലല്ലോ, സിമെന്റ് കട്ടയും മറ്റേ പാറപ്പൊടിയില്ലേ, മണൽ കൊണ്ട് ഉണ്ടാക്കിയത് പോലും 35 കൊല്ലം നിൽക്കുന്നില്ല. അപ്പോഴായി പാറപ്പൊടി ഇല്ല. ഇത് 35 years. ഒന്ന് പൊളിച്ച് അടുത്ത് വെച്ച് പറഞ്ഞു എന്റെ അപ്പന്റെ ഫോട്ടോയാ. രണ്ടാമത്തത് പൊളിച്ച് മൂന്നാമത്തെ വെക്കുമ്പോഴത്തേന് ജനറേഷൻ മാറുമ്പോ ഇത് ആരായി പുള്ളി, നിന്റെ ഫോട്ടോ പോലും കാണുമോ? ഇല്ല, വാഷ് ഔട്ട് ആവും, വാഷ് ഔട്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ കാലം 50, 30, 80 അത് ശ്രേഷ്ഠമാണ്. ഇതിനപ്പുറത്തൊരു കാലഘട്ടമുണ്ട്. ഇവിടെ ഈ ജീവിതം ഇനി ഇല്ലെന്ന് പഠിക്കേ. രക്തത്താലിക്ഷയം ഇത് വൈൻഡപ്പ് ചെയ്താൽ കാര്യങ്ങൾക്ക് നീക്കുപോക്ക എന്ന് പഠിക്കേ. രക്തത്താലിക്ഷയം ഇതിനപ്പുറത്തൊരു നാടുണ്ട്. ആ നാട്ടിലെ വാസത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. അന്ന് യോഗം നടത്തുന്ന ആൾക്കാരും പ്രസംഗിക്കുന്ന ആൾക്കാരും ഈ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നവരും ലൈവൊക്കെ വേറെ ആൾക്കാരായിരിക്കും. നമ്മളാരും ഇവിടെ ഇല്ല. ഇവിടെല്ലാം മണ്ണോട് മണ്ണായി കഴിയും. എല്ലാം മായയാണ്. അതാ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. അതാണ് പരമാർത്ഥം. ബൈബിളിലൊക്കെ ഒത്തിരി മനുഷ്യനുണ്ട്, പേര് ശലോമോൻ എന്ന്. അയാൾ എഴുതിയ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഉത്തമഗീതം എന്നാണ്. അതിൽ അയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, പ്രിയേ, അങ്ങനെയൊക്കെ നല്ല വേടുകളാണ്, കാന്തേ, സുന്ദരി, അങ്ങനെയൊക്കെ വാക്കുകൾ. പക്ഷേ കുറെ കഴിഞ്ഞിട്ട് എഴുതിയ പുസ്തകമാണ് സദൃശവാക്യങ്ങൾ. അതിനകത്ത് പറയുന്നത് ഇതൊന്നുമല്ല, വേറെ കുറെ വാക്കുകളാണ്. ജ്ഞാനിയിൽ ജ്ഞാനി എന്ന് പറയുന്ന മനുഷ്യൻ പറയും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ 4 ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അറിയത്തില്ലയോ ജ്ഞാനിക്ക്? ഇല്ല. അതെന്താ അറിയാത്ത 4 എണ്ണം? ഞാൻ ചോദിച്ചു ഏത്? പാറയുടെ മേൽ സർപ്പത്തിന്റെ വഴി ഐ ഡോണ്ട് നോ, ആകാശത്തിൽ പറവയുടെ വഴി ഐ ഡോണ്ട് നോ, കപ്പലിന്റെ വഴി സമുദ്രത്തിൽ കൂടെ ഉള്ളത് എനിക്ക് അറിയത്തില്ല, പിന്നെ കന്യകയുടെ പുറകുള്ള പുരുഷന്റെ വഴി എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ പോലെ അറിയാവോ? അറിയാം. എന്തോ അറിയാം? യഹോവ ഭക്തി, നിന്റെ വഴിയെ യഹോവയിൽ ഫലമേൽ. ഇതൊക്കെ പണ്ട് ഉത്തമഗീതത്തിലില്ല, ഇപ്പൊ ഇതുണ്ട്. അതിന് കാരണം എന്നാന്നറിയും? പ്രായമായി. എന്നാ ഞാൻ പറഞ്ഞ പ്രായമാകുമ്പോ പല കാര്യങ്ങളും, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഒന്നുകൂടെ ഓർപ്പിക്കുക. കല്യാണം കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു അമ്മയുടെ മുമ്പിൽ
ഇന്നലെ കല്യാണം കഴിച്ചൊരു പെങ്കൊച്ച് തുള്ളിച്ചാടി പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു വികാരവും തോന്നാറില്ല. കാരണം എന്നാ? പൊക്കോ മാക്സിമം 3 മാസം. കാരണം നിന്നെ പോലെ ഞാൻ അതായത് ചിലരൊക്കെ പോകുമ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവർക്കറിയാം മാക്സിമം 3 months. അനുഭവം കൊണ്ടാണ്. സദൃശവാക്യത്തിൽ പറയുന്നു യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അത് കഴിഞ്ഞ് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഉത്തമഗീതം. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളോ മായ, ഫുൾ മായ, മായ ചോദിച്ചു ഫുഡ് മായ, വസ്തു മായ, അരമനകൾ പണിതെന്ന് അരമനകൾ ഞാൻ പറഞ്ഞു വീട് ഇല്ല മായ, പണിത ആളാണ്. യെരൂശലേമിൽ തനിക്ക് മുമ്പുണ്ടായിരുന്നവരെക്കാളൊക്കെ സമ്പത്തുണ്ടാക്കിയ ആളാണ്. അയാൾ പറയുന്നു എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ വിലക്കിയില്ല. എന്റെ കണ്ണ് എന്താഗ്രഹിച്ചോ അത് ഞാൻ മേടിച്ചു. കാരണം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഫിനാൻസ് ഉണ്ട്. നമ്മുടെ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ഫിനാൻസ് ഇല്ലാത്തതുകൊണ്ട്. മോളെ കെട്ടിക്കണം, മോടെ കല്യാണം, എന്താ പെണ്ണില്ല ചെറുക്കനില്ലയോ? ചെറുക്കനില്ലാത്തോണ്ടല്ല കൊടുക്കാൻ. അല്ല, പ്രാർത്ഥന പല വിഷയത്തിന്റെയും പ്രാർത്ഥനയുടെ റീസൺ പൈസ ഇല്ലാത്തോണ്ട്. വീടില്ല, വീട് എന്നെ വീടിനെ വെക്കാൻ ബുദ്ധിമുട്ടെന്തോ? സ്ഥലമില്ലയോ? ഇല്ല. എന്താ ഇല്ലാത്ത? കാശില്ല. അപ്പൊ ശലോമോന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഇഷ്ടം പോലെ പണമുണ്ട്. അയാൾ പറയുന്നു യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്നവരെക്കാളൊക്കെ സമ്പത്തുണ്ടായിരുന്നു. അപ്പൊ കണ്ണ് ആഗ്രഹിച്ചത് മൊത്തം മേടിച്ച മനുഷ്യനാണ്. പക്ഷെ പ്രായമായപ്പോൾ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇല്ല ഇതെല്ലാമായ സ്തോത്ര. അയാൾ പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയുന്നുണ്ട്, എല്ലാം മായ 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 എന്നല്ല, പിന്നെ ഒരു ക്ലോസ് വെക്കുന്നുണ്ട്, സൂര്യന് കീഴെ സകലവും മായ, സൂര്യന് കീഴെ സകലവും മായ. അപ്പൊ ഞാൻ ചോദിച്ചു, സൂര്യന് മുകളിലോ? അവിടെ മായയല്ല, സൂര്യന് മുകളിൽ ചില റിയാലിറ്റീസ് ഉണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിന് താഴെ ഉള്ളത് മുഴുവൻ മായയാണെങ്കിൽ സൂര്യന് മുകളിൽ ചില റിയാലിറ്റീസ് ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയണം. അക്കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എബ്രായ സഭക്കാരെ. കാരണം വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടോ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പുസ്തകങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പുസ്തകങ്ങളും അപ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെയും മറ്റു കൂട്ടരുടെയും പ്രസംഗങ്ങൾ കേട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കുന്ന പ്രതിഫലം, സമ്പത്ത്, നിലനിൽക്കുന്ന സമ്പത്ത്, മുത്തുമയമായി വിളങ്ങുന്ന പട്ടണം, എത്ര സുന്ദരമാ അല്ലേ, എത്ര സുന്ദരമാ. ആ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവിന്റെ അകത്ത് വന്നിട്ട് ആ നിലനിൽക്കുന്ന സമ്പത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഈ ഭൂമിയിലെ സമ്പത്തൊക്കെ പോയാലും എനിക്ക് കുഴപ്പമില്ല. അവരുടെ അകത്തുള്ള പ്രത്യാശ എത്ര ഭയങ്കരമാ. ചേർന്ന് കരം ഉയർത്തി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഒരു 2 മിനിറ്റ് ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അല്ല, നിങ്ങൾ കരമടിക്കണം. നിങ്ങൾ കരമടിക്കുന്ന ശബ്ദം നിങ്ങളുടെ ചെവിയിൽ എത്തണം മോനെ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തൻ യെരൂശലേം പുരം അത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടികാതുല്യം തങ്ക നിർമ്മിതമാം പട്ടണം, അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ, ഭംഗി വർണ്ണ്യമല്ലഹോ. ഓ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പൂരമാണൻ, എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം ഈ ഭൂവിയിലെ വാസം സ്വർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ. നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നിൽ ഓ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണ് എന്റെ നിത്യമാം വീട്,
എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വത്തുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വീരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വത്തുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വത്തുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ചേർന്ന കരങ്ങൾ ഉയർത്തി ശക്തത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രത്യാശയുടെ 3 പാട്ട് പാടിയാൽ തന്നെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും. പിന്നെ ഭൂമിയെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നിരാശ വരുന്നത്. കൊച്ചിന്റെ ഭൂമി, വീട്, മണ്ണ്, ഇതൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ആശങ്ക വരുന്നത്. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ആശങ്കയൊക്കെ എന്ത് ചെയ്യും? അതായത് ഈ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് ശുശ്രൂഷകന്മാരുടെ കപ്പാസിറ്റി കൊണ്ടൊന്നും അല്ലല്ലോ. നല്ല വചനം ഇങ്ങനെ കേട്ടാൽ ആഹാം അറിയാതെ സ്തോത്രം ചെയ്യും. അതിനകത്ത് നിരാശകൾ ഉരുകി മാറും. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ഇപ്പൊ തന്നെ ഒരു വലിയ പ്രസന്നത വ്യാപരിച്ചു. ലംശനാദി അന്തർക്ഷനാഥന പത്തനി പന്തലിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം വ്യാപരിച്ചു. വർഷങ്ങളായി ഇതിനെ അലട്ടുന്ന ചില നിരാശയുടെ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. മുമ്പോട്ട് വിടാതെ നിന്നെ തടയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്, ചില പോരുകളുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അത് മാറുക. ശക്തിയുടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഓ ഇസ്രായേൽ മക്കൾ, എബ്രായ സഭയിലെ വിശ്വാസികൾക്ക് രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ശലോമോൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സൂര്യന് കീഴെ സകലവുമായ, സൂര്യന് മുകളിൽ ചില റിയാലിറ്റീസ് ഉണ്ട്. മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യം വരിച്ചു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകമാണ് 12-ാം അധ്യായം. ഞാൻ വായിക്കുന്നില്ല. അവിടെ പറയുന്നു, രോചനക്കുരി ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് എന്ത് ചെയ്യും? മടങ്ങും. അങ്ങനെ ഒരു വാക്യമുണ്ട്. മൊത്തത്തിൽ പറയുന്നില്ല. ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, തെരുവിലെ വാതിലുകൾ അടയും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്തരാകും. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, രോചനക്കുരു മരുന്ന് ഫലിക്കാതെ വരും, മനുഷ്യൻ അവന്റെ പെർമനന്റ് ഹോം, ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങും. ഏതാ ഈ പെർമനന്റ് ഹോം? സെമിത്തേരി അല്ല. കാരണം സെമിത്തേരി പെർമനന്റ് ഹോം അല്ല. പണ്ടൊക്കെ നമുക്ക് ഈ 6 അടി മണ്ണുണ്ടായിരുന്നു ഇല്ലേ? പണ്ട് ഞാൻ കേട്ടൊരു പാട്ടുണ്ട്, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി. പണ്ടൊരു പാട്ടായിരുന്നു. ഇപ്പൊ ആ പാട്ട് അങ്ങനെ അധികം പേര് പാടത്തില്ല. കാരണം മണ്ണിപ്പ ഇല്ല. ഈ 6 അടി മണ്ണ് ഉദ്ദേശിച്ചായി പറയുന്നു. കാരണം ഈ പടക്കമൊന്നും കുഴിക്കകത്തല്ല, സെല്ലിനകത്താകുമ്പോ സ്വന്തമൊന്നും പറയാനില്ല. നീയോ ദാനിയേലിനെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അറയ്ക്കകത്ത് വെക്കും. 6 മാസം കഴിയുമ്പോൾ അടുത്ത ദാനിയേൽ ചാകും. പഴയ ദാനിയേലിനെ കുത്തി അപ്പുറത്ത് ഇട്ടേച്ച് പുതിയ ദാനിയേലിനെ കൊണ്ടുവെക്കും. ആ മണ്ണ് പോലും സെല്ല് പോലും എന്തല്ല, സ്വന്തമല്ല. പരമാർത്ഥം ഞാൻ പറയും, നിങ്ങൾ വിഷമം പരമാർത്ഥം പറയും. ഉടുത്തിരിക്കുന്ന സാരി പോലും തന്നുവിടത്തിൽ. ആ ഉടുത്ത സാരി വേണേ കൊണ്ടുപോക്കോ, അതിനപ്പുറം പുതിയതൊരെണ്ണം മലമാരി നെടുക്കത്തില്ല. അപ്പൊ തന്നെ മരുമക്കളും മക്കളും വീതം വെക്കും. നല്ല ഷർട്ട് പോലും തന്നുവിടത്തിൽ. പണ്ടൊക്കെ പിള്ളേർക്ക് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയ ഷർട്ടൊക്കെ അന്ന് വാങ്ങുമായിരുന്നു. ഇപ്പൊ അവർ നോക്കും, ഇത് ഡെഡ് മണിയാണോ, ഇത് ഗുണം ചെയ്യുമോ? മണ്ണിലോട്ട് പോകുന്നവൻ എന്നാ ഗുണം ചെയ്യാനാ? ഡെഡ് മണിയാ. അതുകൊണ്ട് ഷർട്ട് മാറാതെ വെള്ളത്തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. 150 രൂപയുടെ തുണി പുതച്ചിപ്പിച്ചേ പറ്റൂ. എന്നാൽ പിന്നെ തുണി, ആ തുണിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഷർട്ട് പോലും മാറത്തില്ല. നിങ്ങൾ വന്നേ പറ്റൂ. പണ്ടൊക്കെ അടക്കത്തിന്റെ തടികൾക്കും പെട്ടികൾക്കും ഒരു പ്രാധാന്യമുണ്ട്. തേക്കിന്റെ പെട്ടി, എന്റെ അപ്പന് ഈട്ടിപ്പെട്ടി, അങ്ങനെ പണ്ട് കൊടുത്തോണ്ടിരുന്നു. പോളിഷ് വന്നപ്പോൾ അവർ മനസ്സിലാക്കി, പെട്ടി ഈട്ടി അല്ലെങ്കിലും നമുക്ക് പോളിഷ് കൊണ്ട് എന്താക്കാം, ഈട്ടിയാക്കാം. അവർ പഠിച്ചു. അതുകൊണ്ട് പിന്നെ അവർ കുറച്ചു കാലം പോളിഷില്ല അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. വിശുദ്ധിയുടെ പര്യായമായ വെള്ളത്തുണി അടിക്കുന്ന പെട്ടിയില്ല ഇപ്പൊ അപ്പനെ കിടത്തുന്നത്, വെള്ളത്തുണി. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായി. വെള്ളത്തുണിക്ക് 150 രൂപയുള്ളൂ 3 മീറ്ററിന്.
അത് മേടിച്ച് ഈ പെട്ടിപ്പുറത്ത് അടിച്ചാൽ പെട്ടി ഓടിന്റെ ആണോ ചാക്കിന്റെ തേക്കിന്റെ ആണോ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റാ. ഡെഡ് മണി ആണോ എന്ന് നോക്കും. മാത്രമല്ല കിടക്കാൻ തുടങ്ങുമ്പോൾ അവർ നോക്കും വസ്തുവൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. കഷ്ടപ്പെട്ട് സ്വോത്രാഴ്ച പോലും ഇടാതെ ഉണ്ടാക്കിയ സമ്പത്താ. മക്കള് കൊണ്ടുപോയി തൂക്കി എടുത്തോണ്ട് പോയി ഒപ്പിടിക്കും. നടക്കാൻ പറ്റത്തില്ലെങ്കിൽ തൂക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാഴ്ചയാണ്. ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ പോയപ്പോൾ പ്രായമുള്ള അമ്മച്ചിയെ മക്കളും മരുമക്കളും കൂടെ തൂക്കുന്നു. ഒരു സൈഡ് മോളും ഒരു സൈഡ് മോനും. രണ്ടുപേരുടെ കക്ഷത്തിനകത്തോട് കൈയിട്ടേച്ച്, എടാ വയ്യാടാ, എനിക്ക് വയ്യാടാ. സാരമില്ല, ഞങ്ങൾ പൊക്കാം. രണ്ട് കക്ഷത്തോടെ കൈയിട്ട് പൊക്കി അമ്മച്ചിയെ രജിസ്റ്റർ ഓഫീസിൽ പൊക്കി കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ മനസ്സിലായി ഒപ്പിടാൻ കൊണ്ടുപോകുന്ന പോക്കാം. ആ ഒപ്പിട്ടോ അതോടുകൂടി പരിപാടി എന്ത് ചെയ്തു? കാര്യങ്ങൾക്ക് തീരുമാനമായി. പിന്നെ അടക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ. ഇവിടുന്ന് ഒന്നും തരാൻ പോകുന്നില്ല. സ്തോത്രം. ഫൂൾ ആകരുത്, വിഡ്ഢിയായി പോകരുത്. ആർക്കൊക്കെയോ വേണ്ടി അധ്വാനിച്ചു ഓടിയും ഇവിടവും നശിച്ചു സ്വർഗവും ഇല്ലാതെ പോകരുത്. ഭ്രാന്ത് പിടിച്ചിട്ടല്ല ഈ കൺവെൻഷൻ വെക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥിച്ച് കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെക്കുന്ന യോഗം ഈ കൺവെൻഷൻ. നീ ഈ ഭൂമിയിൽ നിന്ന് പോകും എന്ന് ഉറപ്പാ. ഈ ഭൂമി എത്ര ഓട്സിന്റെ കഞ്ഞി കുടിച്ചാലും, ഓട്സിന്റെ പുട്ടും ഓട്സിന്റെ കഞ്ഞിയും മാത്രം കുടിച്ചാലും, രാവിലെയും 5 കിലോമീറ്റർ രാത്രി 5 കിലോമീറ്റർ നടന്നാലും ആ പാട്ട് നിനക്ക് വേണ്ടിയുള്ളതാ. ഏതാ? സമയമാം രഥത്തിൽ സ്വർഗയാത്ര എന്നുള്ള പാട്ട് നിന്റെ വീടിന്റെ മുറ്റത്തും പാടിയിരിക്കും. 4 പേര് പൊക്കാൻ വരും. ഒരു പെട്ടി നിനക്കും വേണ്ടി പണിയുന്നുണ്ട്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഇവിടുന്ന് വാഷ് ഔട്ടായി പോകുമ്പോ ഇതിനപ്പുറം എവിടാന്ന് ചിന്തിച്ച് പേടിച്ച് വിറച്ചു പോകാതെ പാട്ടുപാടി പോകാൻ വൈദികന്മാരുടെ സ്തോത്രം ഇമ്പഗാനം ഞാൻ കേൾക്കുന്നുണ്ട് അക്കരെ എന്ന് പാട്ടുപാടിക്കൊണ്ട് രാജ്യത്തേക്ക് പറന്നു പോകാൻ ഇന്ന് രാത്രി അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Somebody shout hallelujah. ആ കരവൊന്ന് വീശി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. നഷ്ടപ്പെട്ടു പോയ ചാരം മൂടിയ തീക്കരലായ ആ അകത്തെ പ്രത്യാശ ഇന്ന് രാത്രി ഉണർന്നു വരാനായി സ്വർഗം നിന്നോട് സംസാരിക്കുകയാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. രക്തക്ഷയം. ഇബ്രായ സഭക്കാർക്ക് അതുകൊണ്ട് സമ്പത്തുകളുടെ അപകാരം ഒരു പ്രശ്നമായിരുന്നില്ല. എന്നെ ഞെട്ടിച്ച മറ്റു പല കാര്യങ്ങളുണ്ട്. അത് 11-ാം അധ്യായത്തിലാണ്. 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എബ്രായ സഭക്കാർക്ക് മറുപടി, അല്ലെങ്കിൽ അവർക്ക് സിമ്പലായി കൊടുത്തിരിക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അത് എബ്രായ സഭയിലുള്ളവരല്ല, അവർക്ക് മനസ്സിലാകാൻ വേറെ കുറെ ആൾക്കാരുടെ കാര്യം പറയുന്നു. അപ്പോ എബ്രായ സഭക്കാർ ഇങ്ങനെയാണെങ്കിൽ അതിനു മുമ്പുള്ളവരോ അവർക്ക് ബൈബിൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവരുടെ ഫെയ്ത്ത് കേൾക്കണോ? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഫെയ്ത്ത് എന്തിന്? നല്ല ഒരു റിസറക്ഷൻ, പുനരുദ്ധാനത്തിന് വേണ്ടി വിടുതൽ കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ചോദിച്ചു, വിടുതൽ വേണോ മരണം വേണോ? മരണം മതി. അതെന്തിനാ? ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് മതി. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പഠിപ്പിത റിസറക്ഷൻ. 58 വാക്യമുണ്ട്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ഒറ്റ സബ്ജക്റ്റാണ്, പുനരുത്ഥാനം. ഇത്രയും ലോങ്ങസ്റ്റ് ഒരു ചാപ്റ്റർ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ റിസറക്ഷനെ പറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വലിയ വെളിപ്പാടും പഴയ നിയമത്തിൽ ഇല്ല. പിന്നെ പ്രസംഗിച്ച ആൾക്കാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇവരെ ചലിപ്പിച്ചതിനാൽ ഞങ്ങൾക്കും അങ്ങനത്തെ ഉയർത്തെഴുന്നേൽപ്പ് മതി. കൊല്ലുന്നെങ്കിൽ സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ അകത്ത് കത്തണമെങ്കിൽ ആ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ഭരിക്കണം. സ്തോത്ര സ്തോത്ര സ്തോത്ര. 5 മിനിറ്റ് നടന്ന് യോഗത്തിന് പോകാൻ മനസ്സില്ലാത്തവരാ നമ്മൾ. സഭായോഗത്തിലേക്ക് ഇപ്പൊ ആള് കുറവാണല്ലോ. സഭായോഗത്തിന് ആളിനെ കൊണ്ട് ഞങ്ങളെ പെടുന്നൊരു പാട്. എല്ലാ ആഴ്ചയിലും യോഗത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ചയിൽ അനൗൺസ് ചെയ്താലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ വീണ്ടും എല്ലാം അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഇട്ടേച്ച് വീണ്ടും യോഗത്തിന്റെ രാവിലെ വീണ്ടും യോഗത്തെക്കുറിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ലോക പ്രശസ്തനായ, ലോകത്തിന് വെളിയിൽ പ്രശസ്തനായ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരാൻ കാണിക്കുന്ന കാട്ടായ്മ. ഇനി കൈയടിക്കണമെങ്കിലോ എന്ത് പാടാന്നറിയാമോ? ഈ കീബോർഡ് പണ്ട് ഇല്ലായിരുന്നു. പണ്ട് ചുമ്മാ കൂട്ടിപ്പാട്ടായിരുന്നു. അപ്പൊ ഈ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും വരുമ്പോ അവതാളം വരും. പലർക്കും കൈയടിക്കാൻ താളമില്ലാത്തവരുണ്ട്. അപ്പൊ ഈ അവതാളം മാറാനായിട്ട് ഒരു താളത്തിന് വേണ്ടി ഒപ്പിച്ച സാധനമാണ് ട്രം. അത് പിന്നെ പോരാതെ വന്നപ്പോ ഞങ്ങൾ ഒരു ട്രം കൂടെ മേടിച്ചു. അതിന്റെ പേരാണ് സൈഡ് ട്രം. മറ്റത് ട്രം, ഇത് സൈഡ് ട്രം. അതുകൊണ്ട് കാര്യം നടക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ഒരു 5-6 ഒരുമിച്ചുള്ളത് മേടിച്ചു. കുട്ടുമാട്ടിച്ച് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ചലിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴേ ഈ സാധനം കൊണ്ടുവന്നു. ഇതിനകത്ത് നിങ്ങളെ ചലിപ്പിക്കുന്ന എല്ലാ സംഭവമുണ്ട്. ഞങ്ങൾ പതുക്കെ തുടങ്ങും. അല്പകാലം മാത്രം ഇങ്ങനെ തുടങ്ങും. ഇടയ്ക്ക് ഞങ്ങൾ കാണിക്കും, കൂട്ടിക്കോ നീ കട്ട കൂട്ടാനാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പതുക്കെ അടിക്കുന്നവരെ അടിച്ചടിച്ച് എന്ത് ചെയ്യും?
രസകരമാണ് കേട്ടോ. ഇതിനകത്തും ചിലർ ഞങ്ങളെ വെല്ലുവിളിക്കും, എന്നാ ഒന്ന് അതുകൂടെ എന്ത് ചെയ്തോട്ടെ. ഒന്ന്, നിത്യരാജ്യത്തിലേക്ക് പോകാൻ വെളിപ്പാട് പ്രാപിച്ച് ഇറങ്ങി പുറപ്പെട്ട, സ്നാനപ്പെട്ട, വെള്ളത്തിൽ മുങ്ങി, വെള്ളയിട്ട, മീശ വലിച്ച വിശുദ്ധന്മാരെ സ്തോത്രം പറയിപ്പിക്കാൻ ഞങ്ങൾ പെടുന്നൊരു പെടാപ്പാടെ. എന്നാന്നറിയോ? ദർശനം മങ്ങി എന്നുള്ളതാണ് പരമാർത്ഥം. എത്ര നാളായി പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി അന്യഭാഷ പറഞ്ഞിട്ട്, എത്ര നാളായി കൃത്യം 10 മണിക്ക് യോഗത്തിന് പോയിട്ട്. നിങ്ങൾക്കറിയാമോ പലർക്കും എന്തിനാ യോഗത്തിന് പോകുന്നതെന്ന് പോലും അറിയില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, സ്വർഗത്തിൽ പോകണ്ടായോ? അദ്ദേഹം പറഞ്ഞ മറുപടി, ആ കാര്യമല്ല ഇപ്പൊ ആൾക്കാർ വല്ലതും വിശ്വസിക്കുമോ എന്ന്. ഏതാ സ്വർഗത്തിൽ പോകുന്നു കർത്താവ് വരുന്ന കാര്യം വല്ലതും പറഞ്ഞ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററിന്റെ രീതി അതാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യമോ അറിയില്ല. ഗോള് മാറി, ദർശനം മാറി, എന്തിനു വേണ്ടി പോകുന്നവരെ പോലായി. ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചു കയറി വരണം. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ആരാധനാലയങ്ങൾ ഉണർവിന്റെ ആലയമായി മാറട്ടെ. കൂട്ടായ്മകൾ ക്രൂസൈഡുകളായി മാറട്ടെ. കൺവെൻഷനുകൾ വമ്പൻ ദൈവപ്രവൃത്തിയുടെ സ്ഥലങ്ങളായി മാറട്ടെ. ആനുകൂല്യം സ്വർഗരാജ്യ പ്രവേശനത്തിന് ആർക്കും ഇല്ലെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും അല്ലെന്ന് പഠിക്കണം, പരമാർത്ഥമാണ്. പാമ്പാടി പഞ്ചായത്താണ്. പാമ്പാടി പഞ്ചായത്തിന്റെ എത്രാമത്തെ വാർഡാ ഫസ്റ്റ്? കൂരോപ്പട പഞ്ചായത്തിന്റെ എത്രയോ ഒരു വാർഡായി വാർഡ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ഈ വാർഡിലെ 900 വീട്ടുകാർക്ക് പോലും നിങ്ങൾ എന്ത് ചെയ്തില്ല? ഇല്ല. ചുറ്റടുത്തുള്ള 10-40 വീട്ടുകാർക്ക് മാത്രമേ നിന്നെ അറിയൂ. നീ എത്ര സമ്പന്നനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും നീ ഫേമസ് അല്ല. പാമ്പാടി പമ്പി ചെന്നാലേ നിനക്കും ക്യൂവാ, എനിക്കും ക്യൂവാ. പിന്നെ എന്തിന്റെ പേരില്ല? സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. മരണം മതിയായി. ഞാൻ ചോദിച്ചു, എന്താ മരണം? ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് മതി. ഞാൻ ചോദിച്ചു, എന്താ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ഞങ്ങളുടെ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്കും അവനോടൊപ്പമുള്ള ഉയർത്തെഴുന്നേൽപ്പ് മതി. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കറിയാം ചില മൂടുപടങ്ങൾ മാറിപ്പോകുന്നുണ്ട്, ചില ഡാർക്ക്നെസ് മാറുന്നുണ്ട്, ചില ഇരുട്ടുകൾ മാറുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. ദർശനത്തിലേക്ക്, ദൂതിലേക്ക്, വെളിപ്പാടിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി മടങ്ങി കയറി വരട്ടെ. പണ്ടത്തെ വിശുദ്ധന്മാർക്കൊക്കെ ഇത് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പം ആ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയൊക്കെ ആയിരുന്നു അന്നത്തെ ആൾക്കാരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി. അല്ലാതെ മക്കൾ അമേരിക്കയിൽ നിന്ന് വരും എന്നുള്ള ചിന്തയൊന്നും ആയിരുന്നില്ല. പണ്ടത്തെ വിശ്വാസികൾക്കൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രേരക ശക്തി എന്ന് പറയുന്നത് പുനരുത്ഥാനം, സ്വർഗരാജ്യം, സ്വർഗത്തിലെ വാസം, അതൊക്കെയായിരുന്നു. ആ പാട്ടുകളൊക്കെ കേട്ടാൽ അറിയാം. ശലേംപുരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ. കേട്ടിട്ടുണ്ടോ? താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ? അതിന്റെ കാരണം എന്താ? ഓ കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന്. ഓ കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന്. പിന്നെന്തോ ഉള്ള നിത്യാനന്ദമുള്ള സന്തോഷ നാടതിനായുള്ളമോ വാഞ്ചിക്കുന്നേ ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേം ദൂരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോനമേ. അടുത്ത ലൈനൊക്കെ നല്ല രസകരമായ ലൈനുകളാണ്. ഓ വേല തികച്ചു ശുദ്ധർ പൊൻകിരീടധാരികളായി, വേല തികച്ചു ശുദ്ധർ പൊൻകിരീടധാരികളായി, സാക്ഷികളായി എന്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേംപുരെ ചെന്ന് ചേരുന്ന, അതൊക്കെ പാടുമ്പോഴും കേൾക്കുമ്പോഴും അകത്ത് ആവേശം വരണമെങ്കിൽ രാജ്യത്തെ കുറിച്ച് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണം ചിന്തകൾ, അല്ലെങ്കിൽ മടുപ്പാന്നേ. ഹാപ്പിയിലായി പാടുന്നേ, ഉള്ളം തുറന്നായി പാടുന്നു. സ്തോത്രം. ഈ ഹൃദയത്തിന്റെ അകത്തുള്ള വികാരമാണ്. പ്രൈസ്തലോ. ഈ അടുത്തിടയ്ക്കായിട്ട് ഞാൻ പോകുന്ന കൺവെൻഷനിലൊക്കെ എനിക്കൊരു കാണാനൊരു കാഴ്ചയുണ്ട്. ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ പ്രസംഗിക്കുന്നത് ആ സബ്ജക്റ്റിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ സ്പർശനം ഞാൻ ആ ഗ്രൗണ്ടിൽ കാണാറുണ്ട്.
ഇന്നലെയും ഞങ്ങളത് കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കപ്പെടുന്നുണ്ട്. നിരാശകൾ മാറിയ കരമൊന്നടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് യേശുവിന്റെ നാമത്തിൽ സകല മൂഢതകളും മാറി രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ കത്തട്ടെ. 2 മിനിറ്റുകൾ ശക്തിയോടെ കരമടിച്ച് എവരിബഡി ഓ ഒരു 9 അല്ലയോ പ്രൈസ് ദി ലോർഡ്. ഉദ്ധാരണം കൈക്കൊള്ളത് ഭേദ്യമേറ്റവർ ഒരു കൂട്ടം. അടുത്തവർ പറയാണ് ഉദ്ധാരണം കൈക്കൊള്ളത് ഭേദ്യമേറ്റു. മറ്റു ചിലർ ഇങ്ങോട്ട് നോക്കൂ, ചമ്മട്ടി, ചങ്ങല, തടവ്, പരിഹാസം ഇവയാലുള്ള പരീക്ഷ സഹിച്ചു. അടുത്ത വാക്യം കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ലിസൺ, ഇത് എബ്രായ സഭക്കാരല്ല, എബ്രായ സഭക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന അനദർ ഗ്രൂപ്പ്, വേറെ ആൾക്കാർ. ഇവര് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് കണ്ടിട്ട് പോലും അവരൊക്കെ ഏത് റലത്തിലാ ജീവിച്ചല്ലയോ. കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ പിള്ളേരെയും കൂട്ടിക്കൊണ്ടിങ്ങനെ കാടുകൾ, മലകളൊക്കെ ഇങ്ങനെ ഉഴന്നു വലഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുവാന്ന്. നടന്നു ചോദിച്ചു എന്തിനാ? അല്ല, ഞങ്ങള് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പൊക്കോണ്ടിരിക്കുക. എന്നോട് ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി വില കൊടുത്ത ആൾക്കാരുടെ കാര്യമാ പറയുന്നത്. നമ്മളെ എനിക്കറിയത്തില്ല. അപ്പൊ നമ്മളോ എബ്രായ സഭക്കാരെ നമ്മളെ നിർത്തി കമ്പയർ ചെയ്താലോ, അവര് സ്വർഗത്തിൽ പോകാനാണ്, നമ്മളെ സ്വർഗത്തിൽ പോകാനായിട്ട് ഇറങ്ങിയത്. അവരിങ്ങനെ കാടുകൾ, മലകൾ, ഗുഹകൾ, പിള്ളേരെ ഇങ്ങോട്ട് ഉഴന്നു വലയാണ്. നമ്മള് ഉഴന്നു വലയുന്നല്ല ഇല്ലെന്ന് മാത്രമല്ല, യോഗത്തിന് പോലും പ്രോപ്പറായിട്ട് പോകുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ കാര്യം? അല്ല, സ്തോത്രം. അതായത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞൊരു കാര്യം, ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? യേശു വന്നില്ലെന്നുള്ളതാണ്. വന്നില്ലെന്നുള്ളതാണ് കർത്താവ് കാണിച്ച ഏറ്റവും വലിയ ഗ്രേസ്. കർത്താവ് വന്നിരുന്നെങ്കിൽ അറിയാമായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. എനിക്കറിയത്തില്ല, കൺസിഡറേഷൻ ഇല്ല. സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് ആനുകൂല്യമില്ല, പിൻവാതിൽ നിയമനമില്ല. കുഞ്ഞുട്ടിച്ചാനാണോ പുറകെ കൂടെ? അങ്ങനെ അവിടെ ഇല്ല, ഇല്ല ആനുകൂല്യം. കാരണം കൊടുത്തു പോയാൽ ഒത്തിരി പേർക്ക് കൊടുക്കേണ്ടതായിട്ട് എന്ത് ചെയ്യും? വരും. അതുകൊണ്ട് ആനുകൂല്യം ഇല്ല. അല്ലേ തന്നെ നമുക്ക് എന്താ ആനുകൂല്യമാ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ഇവിടെ നോക്കൂ, ഇത്ര ഉണർവോടെ നിന്ന സഭയാണ് ഹീബ്രു. പക്ഷേ 35 കൊല്ലം കഴിഞ്ഞപ്പോൾ സഭ പുറകോട്ട് പോകാൻ തുടങ്ങി. ഒഴുക്കിന്റെ വാക്കിൽ സഭ ഒഴുക്കിന്റെ വാക്കില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കും. ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്നവർ ഒഴുക്കിന്റെ വാക്കില്ല. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങളെ. അപ്പൊ അവിടെ ഉണ്ടായി കുഴഞ്ഞ മുഴങ്കാൽ, പ്രാർത്ഥന ഇല്ലാതായി, തളർന്ന കൈ, കൊടുക്കാത്തയായി. 12 കൂട്ടം തെറ്റുകൾ, അവരുടെ ബലഹീനതകൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. മന്ദതയുണ്ടായിരുന്നു, അവിശ്വാസം ഉണ്ടായിരുന്നു, ഉത്സാഹം പോയി, ധൈര്യം ക്ഷയിച്ചു, സഹിഷ്ണുത കുറഞ്ഞു, കൈകൾ തളർന്നു, മുഴങ്കാൽ കുഴിഞ്ഞു, ദൈവഭയം ഇല്ലാതെ സാധാരണ നോർമൽ ലെവലിൽ സഭയായി. എന്റെ കാരണം അറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, അവരോട് പറഞ്ഞ വാക്തത്വം വൈകി. ഇനി കേൾക്കണോ വാക്തത്വം എന്താന്ന്? മക്കളെ അമേരിക്ക വിടാന്നുള്ളതല്ല, പിന്നെ പോയതുപോലെ ഞാൻ മടങ്ങി എന്ത് ചെയ്യും? വരും. യേശുവിന്റെ മടങ്ങി വരും താമസിച്ചപ്പോ നമ്മളെ പോലെ തന്നെ അവരും യോഗം മുടക്കാൻ തുടങ്ങി. നമ്മളെപ്പോലെ മന്നതയായി. പണ്ടത്തെ പോലെ പണ്ടൊക്കെ വന്നപ്പോ എന്തോ അടിയായിരുന്നു. ഇപ്പൊ നമ്മളും അങ്ങ് അടിച്ചാലടിച്ച് ഇല്ലെന്നായി. ഉത്സാഹമില്ല. സഭായോഗമോ? ഇത് ഞായറാണ്, ഇന്നും ഞായറാണ്. കഴിഞ്ഞ ആഴ്ച ഞായറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എത്ര പെട്ടെന്നാണ് ഞായർ വരുന്നത്. തിങ്കളിനെ കുറിച്ച് നമുക്ക് ഹാപ്പിനെസ്, കുഴപ്പം. ഞായർ ഇങ്ങനെ കൂടെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഞായറാക്കിയ കൊള്ളാന്ന് ചിന്തിക്കുന്ന വിശ്വാസികളാണ് കൂടുതൽ. ഇന്നും ഞായറോ? സ്തോത്രം. ബാക്കി ദിവസങ്ങളൊക്കെ നമുക്ക് ഹാപ്പിയാണെന്നില്ല. സൺഡേ നമുക്ക് മടുപ്പല്ലേ? ഞായർ 10 മണിക്കത്തെ സഭായോഗം, പാസ്റ്റർ ആള് വന്നാലും വന്നില്ലെങ്കിലും പ്രാർത്ഥിച്ച് തുടങ്ങുമെന്ന് അറിഞ്ഞാലും നമ്മൾ 10-നല്ലേ ഇറങ്ങത്തുള്ളൂ. എന്നാ മന്നത, വാക്തത്വത്തെ കുറിച്ചുള്ള ഓർമ്മ നശിച്ചു. അങ്ങനെ തകർന്നിരിക്കുന്ന സഭയോട് പറയാണ് പ്രത്യാശ. ഏത് പ്രത്യാശ? വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുണ്ടെങ്കിലും, ആ പ്രത്യാശ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കാൻ, മുമ്പോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇന്ന് രാത്രി ദൂത് കുറിച്ചു വെച്ചോ? ഇല്ല, അവൻ വരാതിരിക്കില്ല. അവൻ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് സംസാരിച്ച എന്റെ തമ്പുരാൻ മടങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ ആ പ്രത്യാശയിൽ ഉറപ്പുള്ള മക്കൾ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകുന്നത്. ആ പ്രത്യാശയില്ല, വരും എന്നുള്ള പ്രത്യാശ
വരുമോ? വരും. യെസ്. അപ്പോസ്തലപ്രവൃത്തി 1:11 പറയുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. തെസ്സലോനിക്ക ലേഖനം 1:4-16 ഒരുമിച്ച് പറയാൻ പറ്റുമെങ്കിൽ ആ ബാക്കി ഒരുമിച്ചൊന്ന് പറയണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സ്തോത്രം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഇന്ന് രാത്രി ആ വാഗ്ദത്തം വിശ്വസിക്കുന്ന എത്ര വലിയ മക്കൾ, നിരാശകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ആത്മാവിൽ കത്തട്ടെ, അഭിഷേകത്തെ നിറയട്ടെ, പ്രത്യാശ നങ്കൂരമായി വർദ്ധിക്കട്ടെ. അല്പനിമിഷങ്ങൾ ചേർന്ന് കരമടിച്ച് ഒരുമിച്ച് ഹല്ലേലൂയ പറയാം. ഓ ചേർന്ന് കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ആ വരണ്ട അനുഭവം ഒന്ന് മാറട്ടെ, ആ ഡാർക്ക്നെസ് ഒന്ന് മാറട്ടെ. ഇന്ന് രാത്രി വലിയ പ്രത്യാശ അകത്തട്ടിൽ നങ്കുരിക്കട്ടെ. ഓ കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്ന് ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോട് ചേർന്നിടുവാ, അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. കേട്ടിട്ടുണ്ടോ? ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീര നാദം കേട്ടിടും. ഓ ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീര നാദം കേട്ടിടും. മധ്യാകാശത്തിങ്കൽ മണിപന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഓ മഹിമയിൽ വാഴുന്ന ഓ ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെ ഇല്ലല്ലോ, ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാടിയില്ലല്ലോ. ഓ ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ, ഓ ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെ ഇല്ലല്ലോ. ഓ ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ ഭൂമിയിലില്ലല്ലോ. ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെ ഇല്ലല്ലോ. ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ വേറെ ഇല്ലല്ലോ. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ്. ഓ മഹിമയിൽ വാഴുന്ന മണവാളനാ, ഓ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഓ മഹിമയിൽ വാഴുന്ന മണവാളനാ, മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഓ കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്ന് ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും ഓ കാന്തനോട് ചേർന്നിടുവാൻ അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. അറിയാവുന്നൊരു ചേർന്ന് പാടിക്കേ. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ
ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോട് ചേർന്നിടുമോ അവർക്ക് നാളിൽ ഭാഗ്യമുണ്ടാകും. സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. Baba Shadaragase Urara Ramashatare Oramase Aduramase Urabazagasalare Ramashadara Hallelujah ഒരുങ്ങി നിൽക്കാം.